നമസ്കാരം. പ്രതിമാസം 75,000 രൂപ വരുമാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് ഞാനൊരു സർക്കാരിന്റെ ഒരു ഫ്രാഞ്ചൈസി ഓപ്ഷനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഓഫീസോ കാര്യങ്ങളും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അടിപൊളി സാധനമാണ്, സൂപ്പർ എക്സൈറ്റിംഗ് സാധനമാണ്. എല്ലാവരും നാട്ടിലും തുടങ്ങാൻ പറ്റും. 100% അവിടെ ആര് വന്നാലും അവരൊരിക്കലും നിങ്ങളെ മോശം പറയില്ല. എന്ത് പ്രോഡക്റ്റ് അവർ വാങ്ങിക്കാൻ വന്നാലും പറയില്ല. കാരണം എന്താ, ഇതൊരു ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണ്, സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റാണ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പോകുന്നതിന് മുമ്പ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ IT സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ info@vinishrohini.com എന്ന മെയിലിലേക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വിനീഷ് രോഹിണി നടിച്ച് ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാനോ ട്രൈ ചെയ്യാം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേര് എന്ന് പറഞ്ഞത് BSNL ആണ്. BSNL ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് തങ്ങളുടെ സേവനങ്ങൾ ഓരോ നാട്ടിലും വളരെ വലിയ രീതിയിൽ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നാട്ടിലുള്ള വ്യക്തികൾക്കെല്ലാം BSNLന്റെ പാർട്ണർ ആവാനുള്ള ഒരു അവസരമാണ് നൽകാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പ് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഷോപ്പോ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഏജന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി വല്ല ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ്, നിങ്ങളുടെ ഫ്ലാറ്റിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ഫ്ലാറ്റിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചിട്ട് എന്ത് വേണ്ട, ഒരു പ്രത്യേക ഓഫീസ് ആവശ്യകതയൊന്നുമില്ല. എന്നാൽ ഓഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നാട്ടിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ തന്നെ BSNL എല്ലാ തരത്തിലുള്ള സർവീസസുകളും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓർക്കുക, BSNLന്റെ ഈ ഓപ്റ്റിക്കൽ ഫൈബർ എന്നൊക്കെ നെറ്റിന്റെ ഒക്കെ കമ്മീഷൻ ഉണ്ടല്ലോ, നല്ല കമ്മീഷനാണ്. പൊതുവെ ഒരുപാട് ആൾക്കാർ ഇന്റർനെറ്റ് സർവീസ് ഒക്കെ നാട്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കമ്മീഷൻ കിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോൾ 50% മുകളിൽ 50, 60, 75% ഒക്കെയാണ് ഇവന്മാർക്ക് കമ്മീഷൻ ആയിട്ട് തന്നെ കിട്ടുന്നത്. ആ മാസം ബില്ല് പേയ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 10-15 ക്ലയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു മാസം കുറേ ആയിരങ്ങൾ അങ്ങോട്ട് വരും. ഒരു 100 മുകളിലുണ്ട് ലക്ഷങ്ങളുടെ എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടും. സർവീസ് കംപ്ലീറ്റ് BSNL കൊടുക്കുകയും ചെയ്യും. നമുക്ക് വലിയ ടെൻഷനും ഇല്ല. നമ്മൾക്ക് ഓൺലി കമ്മീഷൻ മാത്രം നമുക്ക് കിട്ടും. നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി. എനിവേ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പദ്ധതികൾ വരുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇതിനെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഒരു ആപ്ലിക്കേഷൻ പേജ് എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റും നെക്സ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക് വാല്യൂഡ് ആഡ് സർവീസസ് BSNL വിങ്സ് എന്ന് പറഞ്ഞ് കാണാം. രജിസ്റ്റർ ചെയ്യാനും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. BSNL ഓഫറിംഗ് എ യൂണിക് ഓപ്പർച്യൂണിറ്റി ടു ബിൽഡേഴ്സ് ആൻഡ് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ആൻഡ് ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സ്, ഫ്രാഞ്ചൈസീസ് ആൻഡ് സിസ്റ്റം ഇന്റഗ്രേറ്റേഴ്സ് ആൻഡ് DIDs ആൻഡ് ഫ്രാഞ്ചൈസീസ് ഓഫ് BSNL, എനി രജിസ്റ്റേർഡ് കമ്പനി, സൊസൈറ്റി, ലോക്കൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ്, ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് BSNL retailers, direct selling agents, startups or local entrepreneurs to provide BSNL telecom services in existing and upcoming residential commercial complexes as well as all other parts of rural and urban areas on a revenue sharing basis. അതായത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആൾക്കാർ, ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും എല്ലാവരും ഉണ്ടായില്ല, അതിനകത്ത് പ്രത്യേകിച്ച് ആരെയും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും റൂറൽ ഏരിയയിലാണെങ്കിൽ അർബൻ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരുമാനം ഉണ്ടാക്കാം. അതായത് റവന്യൂ ഷെയറിംഗ് ബേസിസിൽ BSNLന്റെ എല്ലാ സർവീസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റവന്യൂ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത്രയും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എന്തായാലും BSNL ഇങ്ങനെ തുടങ്ങുന്നു ഞാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇവിടുത്തെ മറ്റുള്ള പ്രൈവറ്റ് കമ്പനികൾ വളരെ കുറച്ചാണ് ചെയ്യുന്നത്. BSNLും ഈ ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സിലേക്ക് കടന്നു വന്നതിൽ അതിയായ സന്തോഷമാണ് അറിയിക്കുന്നത്. കാരണം ആരെടുത്തും നെഗറ്റീവ് ഒരാളും പറയില്ല സുഹൃത്തുക്കളെ. നമ്മളൊരു സ്ഥാപനം കൊണ്ട് തുടങ്ങിയിട്ട് അവർ വന്നിട്ട് അവിടെ നെഗറ്റീവ് പറയാൻ നിൽക്കില്ല. ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അക്ഷയ സെന്റർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അക്ഷയയിലെ ചേച്ചിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവരുടെ ഒരു ഡിമാൻഡൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അത്രയും ഭയങ്കര ഡിമാൻഡ്. അതേപോലെ തന്നെ ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണിത്. ഇപ്പം എടുത്തു വെക്കുക, ഇനി ഭാവിയിൽ ഇതുപോലെ ഫ്രാഞ്ചൈസി ഒന്നും കിട്ടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ BSNL പറയുമായിരിക്കും ഇനിയിപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവിടെ വേറൊരാൾക്ക് കൊടുത്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തും. അതുകൊണ്ട് ഇത് ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യുക. എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇറ്റ് ഇൻ ഫോർ ദ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അട്രാക്റ്റീവ് റവന്യൂ ഷെയറിംഗ് മോഡൽ, കമ്മീഷൻ അപ് ടു 50%, 50% കമ്മീഷനാണ് BSNL പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജിയോഗ്രഫി ആൻഡ് സർവീസസ് കമ്മീഷൻ പേയ്മെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രാഞ്ചൈസി മാനേജേഴ്സ് ഉണ്ടാവും, സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവും, മൊബൈൽ ആപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ തീവ്ര ആപ്പ് ആൻഡ് ePay ആപ്പ്, സഞ്ചാർ ആധാർ ആപ്പ്, ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. വെബ് ആപ്പ് ഉണ്ട്, ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്. സഞ്ചാർ ആധാർ, ഫ്രാഞ്ചൈസി മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ആർട്ട് IT ഇൻഫ്ര, ഡെഡിക്കേറ്റഡ് IT ടൂൾസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വലിയൊരു കാര്യം. സോ 24/7 സപ്പോർട്ട്, വെബ് ബേസ്ഡ് ഹെൽപ്പ് ഡെസ്ക് ആൻഡ് ഇമെയിൽ ആൻഡ് മൊബൈൽ അലേർട്ട്, ഇങ്ങനെ കുറേ കാര്യമുണ്ട്. നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പാർട്ണർ ടൈപ്പ്, എന്ത് ടൈപ്പ് പാർട്ണറാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ഇവിടെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലാൻഡ് ലൈൻ, ബ്രോഡ്ബാൻഡ്, ലീസ്ഡ് ലൈൻ, അത് കാര്യം ചെയ്യാം. ഭാരത് ഫൈബറിന് ചെയ്യാം. ഭാരത് നെറ്റ് ഉദ്യാമി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ എടുക്കാം. സോ നിങ്ങൾ ഇൻഡിവിജ്വൽ ആണോ, ISP ആണോ, CSC ആണോ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണോ, അതായത് കുടുംബശ്രീ അങ്ങനത്തെ എന്തെങ്കിലും ആണോ? സോ നിങ്ങളുടെ പേര്, സർനെയിം, ഫുൾ നെയിം, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫോൺ നമ്പർ, വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ്, ലോക്കാലിറ്റി, അതുപോലെ
അതുപോലെ തന്നെ കോളനി അങ്ങനത്തെ എന്തെങ്കിലും ഹൗസ് നമ്പർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സിറ്റി, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓപ്പറേഷൻ, ഏത് ഏരിയയിലാണ് ഓപ്പറേഷൻ നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ആ പഞ്ചായത്ത് അടക്കം കൊടുക്കണം. ബ്ലോക്ക്, പഞ്ചായത്ത്, സിറ്റി എല്ലാം കൊടുക്കണം. അപ്പോൾ ഓർക്കുക, ഒരു പഞ്ചായത്തിൽ ഒരാൾ കൊടുത്ത അടുത്ത പഞ്ചായത്ത് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല, ആ പഞ്ചായത്ത് വേറെ കിട്ടാനുള്ള സാധ്യത കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ അപ്ലൈ ചെയ്തു. അത് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ BSNL നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഫുൾ ഡീറ്റെയിൽസ് ഇവരുടെ ഈ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ മേളിൽ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടോ, ഈ നമ്പറിൽ വിളിക്കാം. മൊബൈൽ ആണെങ്കിൽ മൊബൈലിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് 1503 മൊബൈലിലേക്ക്, അതൊന്ന് ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും, അതിലേക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സോ അത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഏരിയയിലേക്ക് വരും. ഇതാണ് ഫ്രാഞ്ചൈസി മാനേജ്മെന്റ് പോർട്ടൽ. ഇതിനകത്താണ് നിങ്ങൾ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. BSNL ഒരുക്കിയ ഇത്രയും നല്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് ആദ്യം തന്നെ BSNLനോടും ഗവൺമെന്റിനോടും നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനും അതിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ആയി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ എന്തും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് അവരോട് നാട്ടിൽ ഇതുപോലൊരു സംഭവം തുടങ്ങിയിട്ടെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പറയുക. എനിവേ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. IT സംബന്ധമായ കാര്യങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. info@vinishrohini.com. താങ്ക് യു സോ മച്ച്.